മണി മാജിക്കിലേക്ക് സ്വാഗതം. നൂറുകണക്കിന് ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം. ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുക. ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാനോ, അവധിക്കാല യാത്രകൾ നടത്താനോ, ബില്ലുകൾ അടയ്ക്കാനോ, അങ്ങനെ എന്തിനു വേണമെങ്കിലും ആകാലോ. ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാർഡ് നിങ്ങളുടെ സ്പെൻഡിംഗ് പാറ്റേണുമായി കാർഡിൻ്റെ വാർഷിക ഫീസ്, വെൽക്കം ബെനിഫിറ്റ്സ്, അധിക ആനുകൂല്യങ്ങൾ എന്നിങ്ങനെയുള്ളവ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ നിങ്ങളുടെ ചെലവിൻ്റെ പാറ്റേണുമായി സാമ്യമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഒരു ലൈഫ് സ്റ്റൈൽ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിരവധി മാനദണ്ഡങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. പ്രധാനമായും വാർഷിക ഫീസ്, അധിക ആനുകൂല്യങ്ങൾ, സ്വാഗത ബോണസ്, മറഞ്ഞിരിക്കുന്ന ചാർജുകൾ, ബ്രാൻഡ് സഹകരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഘടകങ്ങളിൽ ചിലതൊന്ന് പരിശോധിക്കാം. 1. ബ്രാൻഡ് സഹകരണം. ആമസോൺ, ICICI, ഫ്ലിപ്കാർട്ട്, ആക്സിസ്, പേടിഎം, HDFC തുടങ്ങിയ ചില ക്രെഡിറ്റ് കാർഡുകൾ സഹ ബ്രാൻഡാണ്. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾ കാര്യമായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റിവാർഡുകളും എക്സ്ക്ലൂസീവ് ഓഫറുകളും ലഭിക്കും. ഇനി ഹിഡൻ ചാർജസ്, മറഞ്ഞിരിക്കുന്ന ചാർജുകളും വ്യവസ്ഥകളും. ഫോറിൻ ട്രാൻസാക്ഷൻ ഫീസ്, റിവാർഡുകളുടെ പരിധി, പലിശ നിരക്കുകൾ എന്നിവയായി ബന്ധപ്പെട്ട എല്ലാ ചാർജുകളും വ്യവസ്ഥകളും പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നല്ലതാണ്. അടുത്തത് റിവാർഡ് റിഡപ്ഷൻ ഓപ്ഷനുകൾ. റിഡപ്ഷൻ റിവാർഡുകൾ, ഫ്ലൈറ്റ് മൈലുകൾ, ഗിഫ്റ്റ് കാർഡുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റായി പരിവർത്തനം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. കോംപ്ലിക്കേറ്റഡ് ആയതോ പരിമിതമായതോ റിഡപ്ഷൻ ചോയ്സുകളുള്ള കാർഡുകൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. അടുത്തത് വെൽക്കം ബോണസ്. മുൻകൂർ മൂല്യം നേടാനുള്ള മികച്ച മാർഗമാണിത്. ഇത് അൺലോക്ക് ചെയ്യുന്നതിന് സ്പെൻഡിംഗ് ലിമിറ്റ് ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ അതും കൃത്യമായി പരിശോധിച്ച ശേഷം കാർഡ് തിരഞ്ഞെടുക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ആനുകൂല്യങ്ങൾക്കെതിരായ വാർഷിക ഫീസാണ്. നിരവധി ലൈഫ് സ്റ്റൈൽ കാർഡുകൾ വാർഷിക ഫീസ് ഈടാക്കുന്നു. റിവാർഡുകളോ ആനുകൂല്യങ്ങളോ ഫീസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് നല്ലതാണ്. എന്നാൽ നിങ്ങൾ അമിതമായി ചെലവഴിക്കുന്ന ആളല്ലെങ്കിൽ കുറഞ്ഞതോ ഫീസ് ഇല്ലാത്തതോ ആയ ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ലത്. അത് സാമാന്യം നല്ല ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിത ശൈലിയുമായി പൊരുത്തപ്പെടുന്ന റിവാർഡ് വിഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കണം. അതായത് ഷോപ്പിംഗ്, സിനിമകൾ, ഭക്ഷണം കഴിക്കൽ, യാത്ര അല്ലെങ്കിൽ ജിം അംഗത്വം. അതനുസരിച്ച് ആ വിഭാഗങ്ങളിലേക്കുള്ള വർദ്ധിച്ച റിവാർഡുകൾ, അതായത് 5 ടൈംസ് അല്ലെങ്കിൽ 10 ടൈംസ് പോലുള്ളവ നൽകുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ പണം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന വഴിയിൽ ചില ആനുകൂല്യങ്ങൾ നൽകുന്ന മികച്ച സാമ്പത്തിക ഉപകരണം കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് ഇത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യ ഓഫറിൽ സൈൻ അപ്പ് ചെയ്യുന്നതിലല്ല, മറിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിച്ചു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലാണ്.